പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയിലെ പിടിവലിയിൽ കോഴിക്കോട് DC സെക്രട്ടറി പ്രമോദ് കക്കട്ടിൽ പ്രതികരണവുമായി വന്നു. ഷാഫി പറമ്പിൽ MP ദേഷ്യത്തോടെ അല്ല തന്നോട് പ്രതികരിച്ചത് എന്നാണ് പ്രമോദ് കക്കട്ടിൽ പറയുന്നത്. ആദ്യം ഈ കക്കട്ടിലിന്റെ പ്രതികരണം. അയ്യോ, ഒരിക്കലും അങ്ങനത്തെ ഒരു വിഷയം പറയപ്പെടുന്നത് പോലുള്ള ഒരു വിഷയവും അവിടെ ഉണ്ടായിട്ടില്ല. ജാഥാനായകൻ വി ഡി സതീശൻ ഒരു 1.5 മണിക്കൂർ വൈകിയായിരുന്നു കുറ്റ്യാടി എത്തിയത്. എങ്ങനെ ഈ പരിപാടി പെട്ടെന്ന് തൊട്ടടുത്ത സ്ഥലത്തേക്ക് എത്തുക എന്നുള്ളത് നേതാക്കന്മാരുടെ തീരുമാനമായിരുന്നു. അതേസമയത്ത് വടകര MP അവിടെ പ്രസംഗിക്കണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആവശ്യമായിരുന്നു. അത് ഓൾറെഡി സമയം ലേറ്റായി, ഇനി പ്രസംഗിക്കുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ള കടുത്ത നിലപാട് ഷാഫി പറമ്പിൽ എടുക്കാനുണ്ടായി. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ സാറ് MP പ്രസംഗിച്ചേ പറ്റൂ എന്ന് ഞങ്ങൾ ചാഢ്യം പിടിക്കുകയും അത് പറ്റില്ല എന്ന് പറഞ്ഞ് മൂപ്പരങ്ങ് പോകാൻ ശ്രമിക്കുകയും ചെയ്തെന്നാണ്. അതിനുശേഷം ഞങ്ങളുടെ നിർബന്ധം കൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുകയും ചെയ്തു. പെട്ടെന്ന് പ്രസംഗം അവസാനിപ്പിച്ചു പോവുകയും ചെയ്തു. കുറ്റ്യാടിയിലെ പൊതുസമ്മേളനത്തിൽ പ്രമോദ് കക്കട്ടിലിനെ ഷാഫി പറമ്പിൽ പിടിച്ചുമാറ്റുന്ന ദൃശ്യങ്ങൾ ഏറെ ചർച്ചയായിരുന്നു. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ ഓർമ്മയ്ക്കായിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാം. പുതുതായി വന്ന പ്രേക്ഷകർ കൂടി വേണ്ടിയാണിത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രസംഗിക്കുന്നില്ല. ഒറ്റ വാചകം പ്രതിപക്ഷ നേതാവിനോട് പറയുന്നു. 100-ൽ കൂടുതൽ എണ്ണുമ്പോ കുറ്റ്യാടി എണ്ണിക്കോളൂ എന്ന് ഈ വേദിയിൽ പറയുന്നു. അഭിവാദ്യങ്ങൾ. പ്രിയപ്പെട്ട DCC പ്രസിഡന്റ്, ഈ ജാഥയെ, പുതുക യാത്രയെ കോഴിക്കോട്ടെ ജനാധിപത്യ മതേതര സമൂഹം നെഞ്ചിലേറ്റി മനസ്സിലേറ്റി സ്വീകരിക്കുന്നു, അഭിവാദ്യം ചെയ്യുന്നു. കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേരുന്നു. നിഖിൽ, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. കാസർഗോഡ് നിന്ന് ആരംഭിച്ച പുതുയുഗ യാത്രയിലെ ആദ്യത്തെ ഒരു വിവാദം എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന വിഷയമായിരുന്നു ഈ കുറ്റ്യാടിയിൽ യാത്ര എത്തിയപ്പോഴുള്ള ഷാഫിയുടെ നീരസം. അതിൻ്റെ ദൃശ്യങ്ങൾ വളരെ അധികം പ്രചരിക്കുകയും ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതിന് മുൻപ് ഷാഫിക്ക് സംസാരിക്കണമെന്നുള്ള താല്പര്യമാണ് ഈ നീരസത്തിലേക്ക് നയിച്ചത്. വേദിയിൽ വെച്ച് കയ്യാങ്കളി അങ്ങനെയുള്ള പല ചർച്ചകളിലേക്ക്, പ്രത്യേകിച്ച് ഈ സൈബർ ഇടങ്ങളിലൊക്കെ കാര്യങ്ങൾ പോയി. അതിലാണിപ്പോൾ ഈ പ്രമോദ് കക്കട്ടിൽ എന്ന DCC സെക്രട്ടറി തന്നെ വിശദീകരണവുമായി രംഗത്തെത്തുന്നത്. ഞാനിപ്പോൾ ഉള്ളത് വി ഡി സതീശൻ അല്പസമയത്തിനകം നടത്താൻ പോകുന്ന സംവാദം, അതായത് നേരത്തെ നമ്മുടെ നവകേരള സദസ്സിലൊക്കെ ഉണ്ടായിരുന്ന അതേമാതിരി ഈ പൗരപ്രമുഖരുമായിട്ടുള്ള സംവാദം നടക്കുന്ന വേദിയിലാണ്. അവിടെ അല്പസമയത്തിനകം ഇനി DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ ഈ വിഷയം വിശദീകരിക്കാൻ പോവുകയാണ്. അതിനു മുൻപാണ് നമുക്ക് ഈ വിഷയത്തിൽ നേരിട്ടതിൽ ഉൾപ്പെട്ട പ്രമോദ് കക്കട്ടിലിൻ്റെ പ്രതികരണം ലഭ്യമായിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് തന്നെ പിടിച്ചു മാറ്റി എന്ന് പറയുന്നത് അതൊരു സ്നേഹപൂർവ്വമായിട്ടുള്ള മാറ്റി നിർത്തലായിരുന്നു. അതായത് ഷാഫി അവിടെ സംസാരിക്കണം എന്നുള്ളത് ജനങ്ങളുടെ ആവശ്യമായിരുന്നു. അവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളുടെ ആവശ്യമായിരുന്നു. കാണികൾ അതിങ്ങനെ സദസ്സിൽ നിന്ന് വിളിച്ചു പറയുന്നുമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഷാഫി പറമ്പിലിനെ സംസാരിക്കാൻ വിളിച്ചത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ വേദിയിൽ സംസാരിക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. മുതിർന്ന നേതാക്കൾ ആ വേദിയിൽ സംസാരിക്കട്ടെ എന്നായിരുന്നു ഷാഫി നിലപാടെടുത്തിരുന്നത്. എന്നാൽ തങ്ങളാണ് ഷാഫി സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചപ്പോൾ അദ്ദേഹം താൻ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് വേദിയിൽ നിന്ന് പോകാനാണ് ശ്രമിച്ചത്. അപ്പോൾ താൻ അദ്ദേഹത്തെ പിടിച്ചു നിർത്തുകയായിരുന്നു എന്നാണ് പ്രമോദ് കക്കട്ടിൽ പറയുന്നത്. എന്തായാലും അങ്ങനെ ഒരു വിഷയം ഇപ്പോൾ പ്രചരിക്കപ്പെടുന്നത് പോലെ, നവമാധ്യമങ്ങളിലൊക്കെ പറയുന്നത് പോലെയുള്ള വലിയൊരു തർക്കമേ അവിടെ ഉണ്ടായിട്ടില്ല എന്ന് പ്രമോദ് കക്കട്ടിൽ വിശദീകരിക്കുകയാണ്. ആ വിഷയത്തിലാണിപ്പോൾ ഒരു വലിയ രാഷ്ട്രീയ വിവാദം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നതും. എന്തായാലും വലിയ ചർച്ചയായി മാറുകയായിരുന്നു. നമ്മൾ ഈ ദിവസത്തിൽ ആകെ കണ്ടത് വലിയ ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഷാഫി പറമ്പിലിന് വലിയ നീരസം ഈ വിഷയത്തിലുണ്ടായി. അദ്ദേഹം പ്രമോദ് കക്കട്ടിൽ എന്ന DCC സെക്രട്ടറിയെ പിടിച്ചു മാറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ K പ്രവീൺകുമാർ ഈ വിഷയത്തിൽ സംസാരിക്കാൻ വേണ്ടി കടന്നു വരികയാണ്. അദ്ദേഹമാണ് അതിൽ ഉൾപ്പെട്ടിരുന്ന ഒരാൾ. പലതരത്തിലുള്ള ചർച്ചകൾ വന്നു. പ്രവീൺകുമാറിൻ്റെ കൈയൊടിഞ്ഞത് ഇതിലാണോ എന്നുള്ള ചർച്ചകൾ വരെ നടന്നു. അങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ നടന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ പ്രവീൺ ആ വിഷയം വിശദീകരിക്കാൻ വേണ്ടി മാധ്യമങ്ങളെ കാണുകയാണ്. വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഈ പുതിയ യാത്രയുടെ ശോഭ കെടുത്തുന്നതായോ ഇന്നലത്തെ വിവാദം എന്നടക്കം സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ ഉയർന്നപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.